തൗഹീദും ശിർക്കുമാണ് നമുക്ക് വേർതിരിക്കേണ്ടത്. തൗഹീദും ശിർക്കുമായി വകതിരിയുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിൽ പ്രയുക്തമായ ഇബാദത്ത് എന്ന പദത്തിന്റെ മൗദൂദി സാഹിബ് നൽകിയ അടിമത്തം, അനുസരണ, ആരാധന എന്നിങ്ങനെയുള്ള ഈ മൂന്നർത്ഥങ്ങളും ഒരുപോലെ ഒരേ സമയം ആ ആയത്തിന്, ആ വാക്കിൽ ബാധകമാണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാകും, അനുസരണം ശിർക്കാകും, അടിമവേല ശിർക്കാകും എന്ന ഒരേ രീതിയിൽ ബാധകമാണെന്ന മട്ടിൽ അതിനു മുൻപ് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ രേഖ ഉദ്ധരിക്കണം. ആ ഗ്രന്ഥത്തിന്റെ പേജ് നമ്പർ പറഞ്ഞാൽ മതിയാകും. ഇബാദത്ത് എന്ന പദത്തിന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ ആരാധന, അനുസരണം, അടിമത്വം ഈ മൂന്നർത്ഥവും പരിഗണിക്കണം എന്ന് മൗദൂദിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം പിന്നെ മറുപടി. അത് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥം അദ്ദേഹം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആരാധന എന്നുള്ള അർത്ഥം ആരും പറഞ്ഞിട്ടില്ല. മൂന്നർത്ഥവും പരിഗണിക്കണം എന്ന് അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല.